കർത്താവിൻ്റെ ദാസനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യൂറോപ്പിൽ ആദ്യമായി MBAയുടെയും IPCയുടെയും മീറ്റിങ്ങിന് കർത്താവ് എന്നെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നു. ഈ ദേശത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ കരയാൻ തുടങ്ങി. പല കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ഈ തലമുറയെക്കുറിച്ച് കരയാൻ കർത്താവ് എന്നോട് ധാരാളമായി പറഞ്ഞു. ഞാൻ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും വെച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് ഒരു കാഴ്ച കാണിച്ചത്. ഒരു പന്തവുമായി ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. ദൈവം നമ്മളെ കരയിക്കുന്നത് ആത്മഭാരം, നമുക്കറിയാത്ത ദേശം, നമുക്ക് ബന്ധമില്ലാത്തവർ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ കൊണ്ടുപോയി നമ്മളെ ചിലതൊക്കെ കാണിക്കും. ആത്മഭാരം ദൈവം ഉള്ളിൽ തരും. അത് വിശ്വസ്ത പാലിക്കുന്നവരെയാണ് ദൈവം അടുത്ത ചോട്ടടിയിലേക്ക് പോകുന്നത്. ആമേൻ. വില കൊടുക്കാൻ തയ്യാറായിരിക്കണം. ആമേൻ. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതൽ ഞങ്ങളെ കർത്താവ് ഒരുമിച്ച് ചേർത്തു. എൻ്റെ മാതാവ് മരിച്ച സമയത്ത്, ആമേൻ, ഹല്ലേലൂയ, ഞാൻ എപ്പോഴും ഓർക്കുവാൻ എൻ്റെ ശുശ്രൂഷയിൽ, ആമേൻ, എനിക്ക് എൻ്റെ മാതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് നാളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേജുകളുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒത്തിരി ആശ വെച്ചു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് കർത്താവ് സിസിലിക്കുട്ടി ആൻറ്റിയെ എനിക്ക് തന്നത്. അത് കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ സാലി സിസ്റ്റർ എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇവിടെ നാട്ടിൽ വരുന്നതല്ലേ, അന്നേരം നാട്ടിൽ ഞാൻ ഓർക്കും, എനിക്ക് എൻ്റെ അമ്മയുടെ കൂട്ടം എല്ലാവരും പറയും മേരിക്കോറിൻ്റെ കൂട്ടം, പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷേ മേരിക്കോറിൻ്റെ അത്രയും പറ്റത്തില്ല. മേരിക്കോർ അങ്ങ് പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങ് ഒതുങ്ങിക്കഴിയായിരുന്നു. കാരണം ഐ ക്യാൻ നെവർ ബിക്കം എ മേരിക്കോർ. ഹല്ലേലൂയ. ആരെയും പോലാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട്, അതുപോലായിത്തീരാൻ ഏൽപ്പിച്ചു കൊടുക്കണം. Many times we get disappointed because we are trying to become somebody. എന്നാലോ we are all unique. അമ്മയുടെ ഉദരത്തിൽ നമ്മളെ ഉരുവായപ്പോൾ നമ്മൾ കേട്ടല്ലോ, ദൈവം നമ്മളെ ചിലതൊക്കെ അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡേറ്റും ടൈമുകളും ഒക്കെ കൃത്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഒരു കാര്യം എനിക്കറിയാം. ഈ ദേശത്ത് വന്നപ്പം പെട്ടെന്ന് കർത്താവിൻ്റെ ദാസൻ MBAയുടെ മീറ്റിങ്ങിന് മുന്നിൽ വന്നിരിക്കുമ്പോൾ ഞാൻ രണ്ടാമത്തെ റോയിലിരിക്കുക. പാസ്റ്ററിന് ഇതറിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, കണക്ട് ചെയ്ത് ഇത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് യൂറോപ്പിനെ പറഞ്ഞപ്പോൾ കർത്താവ്, ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസനിൽ കൂടെ ഈ രാജ്യത്ത് ചിലതൊക്കെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആമേൻ, കർത്താവ് അത് കാണുന്നു. എനിക്ക് ഞാൻ കണ്ടിട്ടുമില്ല, ആരാന്ന് പറഞ്ഞില്ല. ഞാൻ അടുത്ത ആളിനോട് ചോദിച്ചു, ആ കർത്തദാസൻ ആരാണ്? അന്നേരം എന്നോട് അടുത്തിരിക്കുന്നു പറഞ്ഞു, സാൻകുട്ടി പാസ്റ്ററാണ്. ഷാരിയോ, ഞങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള പാസ്റ്ററാണ്, എല്ലാം എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞുമില്ല, നമ്മുടെ ഷിബു ബ്രദർ, ഞങ്ങൾക്ക് വേറൊരു കണക്ഷനുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡും അവരും ഒക്കെ അടുത്ത് അവർ കസിൻസാണ്, അവരൊരുമിച്ച് വളർന്നതാണ്. ഞാൻ ഇംഗ്ലണ്ടിലാന്ന് പറഞ്ഞപ്പം പാസ്റ്റർ ഇവരോട് അത് കൺഫർമേഷനായിരുന്നു. 6 മണിക്കൂർ അങ്ങോട്ടും 6 മണിക്കൂർ ഇങ്ങോട്ടും വില കൊടുത്ത് ഏഴായ എന്നെ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ദൈവത്തിന് ചിലതൊക്കെ കണക്റ്റഡ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഹല്ലേലൂയ സൈമൻ ചാൻ പറഞ്ഞു, പോവാന്നോ? പോകാനൊക്കത്തില്ല, ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് കുറച്ച് ദിവസമൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അത്രയും കണ്ടപ്പം കർത്താവേ, ഞാൻ പറഞ്ഞു, ഇനി ഇംഗ്ലണ്ടിൽ വരികയാണെങ്കിൽ ഞാനിവിടെ വരും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് പലരിൽ കൂടെ കണക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ആമേൻ. അതുകൊണ്ട് നമ്മളെ ഒരുമിച്ച് ദൈവം ഈ ദിവസങ്ങളിൽ രാജ്യങ്ങളെ പിടിക്കുവാൻ, ഹല്ലേലൂയ, എങ്ങനെയാണ് പിടിക്കുന്നത്? കരച്ചിൽ തുടങ്ങണം, ഇരുന്ന് കരയണം, ദേശങ്ങൾക്ക് വേണ്ടി കരയണം, ദേശങ്ങൾക്ക് വേണ്ടി ഉപവസിക്കണം. ഹല്ലേലൂയ. ആമേൻ. ദേശത്തിൻ്റെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. സാം ബ്രദറും ഹല്ലേലൂയ ഞങ്ങളെ കൊണ്ടുവരാൻ അതിരാവിലെ ഹല്ലേലൂയ എത്തിയിട്ടുള്ള, അങ്ങനെ
എനിക്കിനിയുണ്ട്. അവിടുന്ന് വേറെ ആൾക്കാരെന്നെ അവിടുന്നും പിന്നെ 1.5 മണിക്കൂർ കഴിക്കും. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി 12 മണിയാകുമ്പം ചെല്ലും. നാളെ അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകും. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ സഭയ്ക്കും ഒരു കൊയ്ത്ത് കാണേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഹോശയ്യ 6:11 വായിച്ചാട്ടെ. ഹോശയ്യ 6:11. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ സമയമായി കഴിഞ്ഞു. ആമേൻ. യഹൂദേ, നിന്റെ സ്ഥിതി മാറുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് വിശ്വസിച്ച് ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഒരു കൊയ്ത്ത് വെക്കുകയല്ല, ദൈവം മനോഹരമായ ഒരാലയം കിട്ടുമെന്നുള്ളത് ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അത് മാത്രമല്ല, മലയാളികൾ മാത്രമല്ല, അനേക ജാതികളുള്ളവർ ആമേൻ വന്ന് ചേരത്തക്കവണ്ണം മനോഹരമായ രീതിയിൽ ദൈവം ഒരാലയം തരും. ആമേൻ. വിശ്വസിച്ചാട്ട് അതിനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ആമേൻ. ദൈവം ചിലതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലല്ലോ, വിൻസി സിസ്റ്ററിനും ഞങ്ങളുടെ കൂടെ അവസാനമാണെങ്കിലും കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടാണ്. ഹല്ലേലൂയ. എല്ലാ 50 മണിക്കൂറും 100 മണിക്കൂറും ഞങ്ങൾ പലയിടത്തും പ്രാർത്ഥന വെക്കുന്നിടത്തെല്ലാം മുടക്കാതെ കർത്താവിൻ്റെ ദാസി. അന്നേരം എന്നോട് ചോദിച്ചു, എനിക്കൂടെ നിങ്ങൾക്കൂടെ കയറാൻ. അതിനെന്നാ? അങ്ങനെ കർത്താവിൻ്റെ ദാസിയും ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവിടയാക്കി. പിന്നെ ഇത് കൊയ്ത്തിൻ്റെ കാലമായതുകൊണ്ടാണ് ദൈവം കണക്ട് ചെയ്യുന്നത് കേട്ടോ. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കൊയ്ത്ത് എങ്ങനെയാണ്? അല്ല ഇന്ത്യക്കാർ മാത്രമെന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ഹാർട്ട് ബീറ്റ്. ആത്മാക്കൾ ആത്മാക്കൾ ആത്മാക്കൾ. ഇഫ് യു ക്യാൻ ഹിയർ ദ ഹാർട്ട് ബീറ്റ്, ഹല്ലേലൂയ, വേറൊന്നുമല്ല, ആത്മാക്കൾ ഇത് ക്യാച്ച് ചെയ്യണം. ഹല്ലേലൂയ. ദൈവസഭ ഹല്ലേലൂയ ആത്മാക്കളെ കുറിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ഇടയൻ ആടുകളെ പ്രസവിക്കത്തില്ല, ആടുകളാണ് ആടുകളെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ രക്ഷ പ്രാപിച്ചുകൊണ്ട് ഇതിനകത്ത് കർത്തൃമേശയിൽ ഇനിയും ബാക്കി വന്നിട്ടുണ്ട്. അതെന്താണ് വിളിച്ചു പറയുന്നത്? ഇനിയും ആത്മാക്കളുണ്ട്. ഹല്ലേലൂയ. ആലയങ്ങൾ അടയ്ക്കുന്നു. കാര്യം എന്തുമാണ്? ദൈവത്തിൻ്റെ ശക്തി ആലയങ്ങളിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്നു. മഹത്വം ദേവാലയങ്ങളിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്നു. എന്നാലോ ഈ ദിവസങ്ങളിൽ ആ മഹത്വം തിരിച്ചു വരുവാൻ, ആമേൻ, കർത്താവേ, ഈ ദൈവ മഹത്വം ഒരു കാലത്ത് ആലയത്തുള്ളത് മടക്കി തരുവാൻ നീ ചോദിക്കുന്നുവെങ്കിൽ അവൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങും. അവന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകും. ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനാരും ചോദിക്കുന്നുണ്ടോ? അതിന് വില കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടെങ്കിലുണ്ടല്ലോ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വമുള്ളവൻ കൊണ്ട് നടക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, അവന്റെ കാല് ചവിട്ടുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, കൊയ്ത്ത് കാലത്ത് കുത്തി ഒഴുകുന്ന ഒരു യോർദാനുണ്ട് കേട്ടോ. ഈ യോർദാനെ പിരിക്കണമെങ്കിൽ മഹത്വമുള്ളവൻ പെട്ടകം എടുക്കണം. ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത് ദൈവമഹത്വമുള്ളവന് മുന്നോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ മുമ്പിലുള്ള യോർദാൻ, ഹല്ലേലൂയ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കൊയ്ത്ത് കാലത്ത് യോർദാൻ കുത്തി ഒഴുകും. ഹല്ലേലൂയ. ആമേൻ. അത് കണ്ട് പേടിക്കണ്ട. ദൈവമഹത്വമുള്ള ദൈവത്തിൻ്റെ മക്കളെ ഓർക്കണം. ഹല്ലേലൂയ. ദൈവമഹത്വം ഉള്ളിൽ വേണമെങ്കിൽ ജീവിതം വേണം. ഹല്ലേലൂയ. ജീവിതം, ഹല്ലേലൂയ, സെറ്റ് അപ്പാർട്ട്.
ഹല്ലേലൂയ. സാന്റിഫിക്കേഷൻ ഒന്ന് വായിക്കണേ. അതുകൊണ്ടാണ് യോർദാൻ ഇറങ്ങുന്നതിന് മുമ്പേ കർത്താവ് പറഞ്ഞ 3:5, യോശുവ 3:5 ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോശുവയോട് പറയുകയാണ്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഈ വഴി നിങ്ങൾ നേരത്തെ പോയിട്ടില്ല. ഡോണ്ട് ട്രൈ ടു ഇമിറ്റേറ്റ്. ആമേൻ. ഇവിടെ പല റിവൈവലും യൂറോപ്പ് കണ്ടിട്ടുണ്ട്. എന്നാലോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനിയും കാണുന്ന കൊയ്ത്ത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ദ ഫോമർ ഗ്ലോറി ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തെയും ഭൂമിയെയും അവൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ, latter glory is going to be greater than former. ഇതുവരെ കണ്ടിട്ടില്ല. നീ കണ്ടുവെന്ന് വിചാരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, യഹൂദേ നിന്റെ സ്ഥിതി മാറ്റുമ്പോൾ കൊയ്ത്ത് വരുമെന്ന് പറഞ്ഞല്ലോ. ആ കൊയ്ത്ത് ഇതുവരെ കണ്ടതല്ല. എങ്ങനത്തെ കൊയ്ത്താന്നറിയാവോ? ആമേൻ. ആമോസിൽ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. ആമോസ് എത്രയായിരുന്നു നമ്മൾ ഇന്നലെ വായിച്ചത്? അല്ലെ, ഞാൻ ദൂത് എഴുതിയതേ അല്ല പോകുന്നത്. ഹല്ലേലൂയ. ആമോസിനകത്ത് എഴുതിയിട്ടുണ്ട് കൊയ്ത്തിൽ എന്താണ്? ഹല്ലേലൂയ, ദേ ടേക്ക് ഓവർ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കൊയ്യുന്നവരുണ്ടല്ലോ, കൊയ്യുന്നവർ തീരുന്നതിന് മുന്നേ വിതയ്ക്കുന്നവർ ടേക്ക് ഓവർ. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ആമേൻ, കൊയ്ത് കഴിഞ്ഞ് കളപ്പുരെ ഒരു സ്നാനം കഴിഞ്ഞിട്ട് നീ വെള്ളത്തിൽ നിന്ന് കയറുന്നതിന് മുമ്പേ അടുത്ത സെറ്റ് ഇറങ്ങും. ദൈവത്തിന്റെ സാന്നിധ്യം, മഹത്വം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, റെസ്റ്റ് ഇല്ലാതെ ഓടുവാൻ തയ്യാറാണോ? പ്രശ്നം എന്തെന്നറിയാമോ? ഇന്ന് ഹല്ലേലൂയ ദൈവം തരാൻ താമസം എന്തോന്നറിയാമോ? നിങ്ങൾക്ക് ഉറക്കമാ പ്രാധാന്യം. ഹല്ലേലൂയ. കിടക്കുന്ന പ്രാധാന്യം. ആമേൻ. ഊണാ പ്രാധാന്യം. അങ്ങനെയുള്ളവർക്കൊക്കത്തില്ല. കാരണം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ സമയമില്ല നിനക്ക്. ഹല്ലേലൂയ. ഇല്ലാത്ത ആരോഗ്യം ദൈവം വിളിച്ചു വരുത്തും. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും 8 മണിക്കൂർ കിടക്കുമ്പോൾ 2 മണിക്കൂറും കൊണ്ട് ദൈവം നിന്നെ ഓടിപ്പിക്കാം. ഏലിയാവിന്റെ മേൽ കൈ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോണ്ടല്ലോ, മാനുഷികമായ കണക്കൂട്ടുകൾ മാറ്റിവെക്കണം കേട്ടോ. എനിക്കൊക്കത്തില്ലെന്നുള്ള പറച്ചിലൊക്കെ വന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ രഥത്തെക്കാട്ടിലും വേഗത. ഹല്ലേലൂയ. അത് മഴ. ഹല്ലേലൂയ. എപ്പോഴാ? കർമ്മേലിൽ. ഹല്ലേലൂയ. ആമേൻ. മഴ പറഞ്ഞിട്ട് ആഹാബിനോട് ആമേൻ രഥം പൂട്ടി പോകാൻ പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. പക്ഷേ ഏലിയാവ് എങ്ങോട്ടാ പോയേ? ആമേൻ. കർമ്മേലോട്ട്. ഹല്ലേലൂയ. കർമ്മേലോട്ടാ പോയത്. ഹല്ലേലൂയ. ആ കൊയ്ത്ത് വരുമെന്ന് പറഞ്ഞിട്ട് പറയല്ല. ഹല്ലേലൂയ. അങ്ങനെ നീ കേട്ടുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാ പറയുകയാണ്, ഈ കൊയ്ത്തിനൊരു ഭാഗം വേണമെങ്കിൽ നീ കർമ്മേലിൽ കയറിക്കോ. ആമേൻ. ഹല്ലേലൂയ. കർമ്മേലിൽ ഇരുന്നാലുണ്ടല്ലോ, ഹല്ലേലൂയ, 1-2 പ്രാവശ്യം ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല. പക്ഷേ അവിടെ ഇരുന്നോ ബേർത്ത് ചെയ്യണം. എങ്ങനത്തെ പൊസിഷനാണെന്നറിയാമോ ഇരുന്നത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാ പറയുന്നു ഇതുവരെയും പ്രാർത്ഥിച്ചല്ല. ഇപ്പോൾ പൗലോസ് ഗലാത്യർ 4:19 പറയുന്നു എന്തുവാണ്? ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിൽ ഉളവാകുന്നവരെയും ഞാൻ പ്രസവ വേദന, ആമേൻ, ഹല്ലേലൂയ, ബർത്തിങ് പെയിൻ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, ആമേൻ, ആത്മാക്കളെ കിട്ടാൻ എങ്ങനത്തെ പ്രാർത്ഥനയാണ്? അയ്യോ കർത്താവെ കിട്ടണമെന്നല്ല, കർത്താവെ ഹല്ലേലൂയ, ബലാത്കാരികൾ ബലാത്കാരത്താൽ ഏറ്റെടുക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ തന്നേ മതിയാവൂ, ദേശത്തെ തന്നേ മതിയാവൂ. പരിശുദ്ധാത്മാവ് പറയുകയാണ്,
ആമേൻ ഹല്ലേലൂയ. ഒരു യോസഫിനെ 105 സങ്കീർത്തനം ആമേൻ ഒന്ന് വായിച്ചാട്ട്, നിന്നെ ഈ ദേശത്തേക്ക് വിട്ടത് ആമേൻ ഹല്ലേലൂയ ചിലതിനെയൊക്കെ നേടാനാണ്. യോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ വായിച്ചിട്ട് ഹല്ലേലൂയ ആമേൻ ഒന്ന് വായിച്ചേ. 105 സങ്കീർത്തനം 17 മുതൽ 19 വരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാം, സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഹല്ലേലൂയ, ദൈവം ഒരാളെ വിട്ടെന്ന്. സ്വപ്നക്കാരനെ, ദർശനമുള്ളവനെ ഹല്ലേലൂയ എങ്ങനെ വിട്ടു? ഹല്ലേലൂയ. ഒരുപക്ഷെ അവൻ ഓർത്തു കാണുമായിരിക്കും, അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിരാശയുള്ള ദിവസമായിരുന്നു അവൻ്റെ സഹോദരൻ അവനെ വിറ്റ് കളഞ്ഞ് പൊട്ടക്കണത്തിലിട്ടത്. പക്ഷേ അവൻ്റെ സ്വപ്നത്തിൻ്റെ ആരംഭമായിരുന്നു. പരിശുദ്ധാത്മാ പറയുകയാണ്, നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അതിനെതിരെ ഉള്ള ആ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നീ ഓർക്കുമായിരിക്കും, പ്രതീക്ഷയ്ക്കും സ്വപ്നത്തിനും വാഗ്ദത്തത്തിനെതിരായി ആമേൻ ചിലതൊക്കെ സംഭവിച്ചു. നിന്നെ മുന്നമേ ഇവിടെ അയച്ചിരിക്കുകയാണ് ഈ കൊയ്ത്തിന് വേണ്ടി. ഉദാശാര ഹത്തലേ ജൂതലയാരക സന്തലക്ഷസാരക. എന്നാലോ ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാവോളം അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് പോലും അവർക്ക് ജയിലിടാൻ പറ്റിയില്ല. ആമേൻ പുറത്തെടുത്തു കേട്ടോ. ഏത് വസ്ത്രം ഹല്ലേലൂയ, അപ്പൻ കൊടുത്ത വസ്ത്രം ഹല്ലേലൂയ, ജാക്കറ്റ് രക്തത്തിൽ കലർത്തിയാണ് അപ്പനെ കളിപ്പിച്ചത്. ഹല്ലേലൂയ. അന്നേരം മുതലേ യോസഫിന് പല കോട്ടുകളാ. ഹല്ലേലൂയ. നീ പല കോട്ടുകൾ കളഞ്ഞാണ് ഇവിടെ വന്നത്. നിൻ്റെ ജോലിയുടെ ഉദ്യോഗത്തിൻ്റെ കോട്ടും ആമേൻ പൊസിഷനും കളഞ്ഞ് ഈ ദേശത്ത് വന്നു. നീ ഇവിടെ ജീവിക്കുവാൻ പല കോട്ടുകൾ ധരിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കോട്ട് ആമേൻ ഹല്ലേലൂയ നിന്നെ ഉടുപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. ആ കോട്ടുകൾ പല കമ്പനികളിലും പല കെയറുകളിലും നീ ഇപ്പോൾ ജോലിയുണ്ടെങ്കിലും പരിശുദ്ധാത്മാ പുറത്തെടുത്ത് അവൻ്റെ ശക്തി, ഉയരത്തിലെ ശക്തിയുടെ വസ്ത്രം നിന്നെ ഉടുപ്പിക്കാൻ പോകുകയാണ്. അത് മാത്രമല്ല, ആ വസ്ത്രം ഉടുപ്പിക്കുക മാത്രമല്ല, ആമേൻ ഹല്ലേലൂയ നിൻ്റെ ഹല്ലേലൂയ യോസഫിൻ്റെ ഹല്ലേലൂയ കളപ്പുര തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തോണെ, എപ്പോൾ വരെയാണ് ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാവുന്നതിന് മുന്നേ. രണ്ട് കാര്യം പരിശുദ്ധാത്മാവ് ഇതുവരെയും ചിന്തിക്കാത്ത പോലെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. യോസഫ് വന്നപ്പം എവിടെ ഇട്ടത്? പൊട്ടക്കിണറ്റിൽ അല്ലേ? ആമേൻ ഹല്ലേലൂയ. എന്നാലോ ഹല്ലേലൂയ അവൻ അവിടെ ഇട്ടപ്പം ഹല്ലേലൂയ ആമേൻ അവിടുന്ന് അവനെ പൊക്കി പലയിടത്ത് പോയി. പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പം നിന്നെ വാഗ്ദത്തമുള്ളവനെ പൊട്ടക്കിണറ്റിലിട്ടു, വെള്ളമില്ലാത്തടത്ത്. എന്നാലോ യോഹന്നാൻ്റെ സുവിശേഷം 4:5 വായിച്ചാട്ടെ. യോഹന്നാൻ 4:5. വേഗം വായിച്ച്. പ്രൈസ് ദി ലോർഡ്. എന്നാലോ ഒരു കാലത്ത് നിന്നെ പൊട്ടക്കണത്തിലിട്ടാൽ തലമുറ കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതാ ആമേൻ ഹല്ലേലൂയ അനേകർ വന്നു കുടിക്കുവാൻ, ജാതികൾ വന്നു കുടിക്കുവാൻ ഹല്ലേലൂയ അവൻ അപ്പൻ കുഴിച്ച കിണറ് അവിടെ ആമേൻ ആ സമരിയെ മുഴുവൻ രക്ഷിക്കുവാൻ യേശു വന്ന് മുട്ടിയ കിണറായി മാറി. പൊട്ടക്കിണറ. ആമേൻ ഹല്ലേലൂയ. ദൈവം ഇപ്പോൾ ഒരു സിറ്റി മുഴുവൻ പിടിക്കുവാൻ ദൈവം ഹല്ലേലൂയ യോസഫിന്റെ കിണറ്, വെള്ളമുള്ള കിണർ ഉപയോഗിച്ചു. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാവോ ഈ കഷ്ടങ്ങൾ വരുന്നത്? നിന്റെ കിണറിൽ വറ്റിപ്പോകാത്ത ജീവനദി ഒഴുകണം കേട്ടോ. അത് ചെല്ലുന്നിടത്തൊക്കെയാ ജീവൻ പ്രാപിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പൊട്ടക്കിണറിൽ ശത്രു ഇടുന്നതിന് കാരണം എന്തെന്നറിയാവോ? നിനക്കൊന്നും അതിനകത്തൊന്നും വരാത്തോണ്ടാ. എന്നാലോ നിന്റെ കഷ്ടങ്ങൾ ഈ ദിവസങ്ങളിൽ ജീവനദി ഒഴുകുവാൻ ഇടയാകട്ടെ.
എങ്കിലോ എന്ത് പറ്റിയെന്നറിയാവോ? ഹല്ലേലൂയ. അവൻ്റെ പേര് രണ്ട് കാര്യം. ജെനസിസ് 48:22, റെവലേഷൻ 7:8. ഹല്ലേലൂയ. സഹോദരന്മാരിൽ ഓഹരിയിൽ ഹല്ലേലൂയ അപ്പം കൊടുത്ത ഓഹരിയുടെ സമയത്ത് എവിടായിരുന്നു? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി നീ എവിടായിരുന്നു? ഹല്ലേലൂയ. ജയിലിലായിരുന്നു. എന്നാലോ ഹല്ലേലൂയ അവൻ്റെ സമയമായപ്പോൾ അപ്പൻ ആർക്കും കൊടുക്കാത്ത നീ ദൈവനാമത്തിന് വേണ്ടി വില കൊടുത്തിട്ടുണ്ടോ? ആർക്കും കിട്ടാത്ത ഓഹരി അപ്പൻ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസി പറഞ്ഞല്ലോ, ആമേൻ, ഹല്ലേലൂയ. MSc റാങ്ക് മേടിച്ച പുള്ളിക്കാരിയാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഹല്ലേലൂയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തത്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ നീ കുറച്ച് നാളൂടെ ചെയ്യുന്നത് നിൻ്റെ കുടുംബത്തെ നയിക്കാനായിരിക്കാം, ദൈവത്തിൻ്റെ വിളി കേട്ടിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാലോ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആമേൻ, എനിക്ക് പറയാൻ സാധിക്കും, സുവിശേഷ ഒരു മകളായിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൻ ഹല്ലേലൂയ വില്ലും കൊണ്ട് മേടിച്ച അവകാശം മക്കൾക്കാർക്കും കിട്ടാത്തത് നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുമാത്രമല്ല, റെവലേഷൻ 7:8 ഒന്ന് വായിച്ച്. 7:8 റെവലേഷൻ 7:8. ഗോത്രങ്ങളിൽ യോസഫിൻ്റെ ഗോത്രമുണ്ടോ? മനശ്ശെ എഫ്രൈം കൂടാ. പക്ഷേ സ്വർഗത്തിൽ എന്തോ പറയുന്നേ? ഹല്ലേലൂയ. യോസഫിൻ്റെ ഗോത്രം. നിന്റെ പേര് വെളിപ്പാടിൽ ഉൽപ്പത്തിയിൽ നിന്നെ ഒതുക്കാമെന്ന് നോക്കി, ഉൽപ്പത്തിയിൽ നിന്നെ ഇല്ലാതാക്കാൻ നോക്കി, അസൂയയുടെ പേരിൽ. ആമേൻ, ഹല്ലേലൂയ. എന്നാലോ വെളിപ്പാടിൽ ഉൽപ്പത്തിയിൽ നിർത്താൻ കഴിഞ്ഞില്ല. വെളിപ്പാടില് അവൻ്റെ പേര് ഗോത്രങ്ങളിൽ കൂടെ വരുവാൻ ഇടയായി. ഹല്ലേലൂയ. എന്നാലോ ഈ യോസഫിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, വിഷൻ ഡിക്ലെയർ ചെയ്തു. അതൊന്ന് വായിക്കണേ. അതാണ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ട് പോകുന്നത്. എന്താണ്? ഹല്ലേലൂയ. എബ്രായർ 11:22. എബ്രായർ 11:22. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോസഫ് ഉദാചാരക സന്തലക്ഷ മരിക്കാൻ കിടക്കുമ്പോൾ പറയുകയാണ്, ദൈവം നിങ്ങളെ പുറപ്പെടുവിക്കും. എന്നെ ഇവിടെ കൊണ്ടുവന്നു. അവൻ മുഖാന്തരം 70 മെമ്പേഴ്സ് വന്നു. അവൻ മുഖാന്തരം ഗോഷൻ ദേശം മുഴുവൻ ഇസ്രായേലിനായി. പക്ഷേ അബ്രഹാം, ഇസാക്ക്, യാക്കോബിനോട് പറഞ്ഞ പോലെ നിന്നെ മടക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ കാണത്തില്ല, പക്ഷേ എൻ്റെ അസ്ഥികളെ കൂടെ ഒന്ന് കൊണ്ടുപോകണേ എന്ന്. ഹല്ലേലൂയ. ഡിക്ലെയർ ചെയ്തു. എന്നാലോ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഞങ്ങൾ ഈ 50 മണിക്കൂർ ഇവിടെ വന്ന് കരഞ്ഞതുകൊണ്ട്, യഹൂദേ നിനക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസിമാര് പറഞ്ഞ പോലെ ഞങ്ങളത് കാണും, നമ്മൾ ഒരുമിച്ച് കാണും. അതിനായി ഈ ദിവസങ്ങളിൽ കരയുക, മുറയിടുക. ആമേൻ. ദേശത്തിന് വേണ്ടി മുറയിടുന്നുവെങ്കിൽ ഒരു കൊയ്ത്ത്, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന ഒരു കൊയ്ത്ത് ഈ യൂറോപ്പിനും വെച്ചിട്ടുണ്ട്. അടഞ്ഞു കിടക്കുന്ന എല്ലാ ദേവാലയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തുറക്കാൻ പോകുകയാണ്. എല്ലാ ദേവാലയങ്ങളും നമ്മുടെ തലമുറ കൊണ്ട് നിറയാൻ പോകുകയാണ്. എങ്ങനെ സംഭവിക്കും? മറിയ ചോദിച്ചു. ദൈവത്തിൻ്റെ ശക്തി നിഴലിടുമ്പോൾ അത്യന്ത ശക്തി, ഹല്ലേലൂയ,
ഉദാചാര ഹത്തനെ ജൂത എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ആത്മാവിലൊന്ന് ആരാധിക്കാം. ആരാധിക്കുന്ന അല്ല വർഷിപ്പേഴ്സ്, കമോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആത്മീയ കണ്ണുകൊണ്ടൊന്ന് കണ്ടാട്ടെ ഇതെങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. പെട്ടകത്തിൽ രണ്ടായി എല്ലാ ഇനത്തിനെയും ദൈവം കൊണ്ടുവന്ന ദൈവം. ഹല്ലേലൂയ. അത്താചാരക സന്തരക്ഷസാരക ദൈവത്തിൻ്റെ മഹത്വം വരുമ്പോൾ ഉണ്ടല്ലോ, ആമേൻ, ഹല്ലേലൂയ, ബാറുകൾ അടയ്ക്കാൻ പോകുകയാണ്. ആമേൻ. ആൽക്കഹോളിക് ആശുപത്രികൾ തള്ളിക്കളഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മുറവിടുക, ആമേൻ, കരയുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു കൊയ്ത്തിനായി നിന്റെ ശബ്ദം നിലവിളി ഉയരട്ടെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട്. ഹല്ലേലൂയ. ഈ യൂറോപ്പ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഗ്ലോറി കാണാൻ പോകുകയാണ്. ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാണ്. ദൈവത്തിന്റെ ജനം കരയുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്ഥിതി മാറ്റാൻ പോകുകയാണ്. യഹൂദേ, നിന്റെ സ്ഥിതി മാറുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. ഒരു യോസഫ്, ആമേൻ, ഹല്ലേലൂയ, അവൻ വിശ്വസിച്ചു. അവൻ തലമുറയോട് പറഞ്ഞതുപോലെ let us decree in the name of Jesus. Hallelujah. Hallelujah. അനേക ആമേൻ ഉണർവിന് വേണ്ടി എഴുന്നേൽപ്പിച്ചിട്ടുള്ള, ആമേൻ, ഹല്ലേലൂയ, ജോൺ വെസ്ലിയെ, ആമേൻ, ചാൾസ് വെസ്ലിയെ, എറിക് റോബർട്ടിനെ, ഹല്ലേലൂയ, സ്പർജനെ എഴുന്നേൽപ്പിച്ച ഈ യൂറോപ്പിൽ നിന്ന് ഇനിയും ദൈവഭക്തന്മാരെ എഴുന്നേൽപ്പിച്ച ദൈവ മഹത്വം നിറച്ച ഒരു കൊയ്ത്ത് കാണാൻ പോകുകയാണ്. ദേവാലയങ്ങൾ നിറയോ, യൗവനക്കാർ മടങ്ങി വരോ. യേശുവിന്റെ നാമത്തിൽ അവന്റെ മഹത്വം കൊണ്ട് സംഭവിക്കട്ടെ. വില കൊടുക്കാൻ തയ്യാറാണോ? വില കൊടുക്കാൻ തയ്യാറാണോ? എങ്കില് ദൈവം നിവർത്തിക്കും. അതിനായി ഒരു പരിശുദ്ധാത്മാവ്